ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഭരതനും പരിവാരങ്ങളും ഭരദ്വാജ ആശ്രമമൊക്കെ കടന്ന് ചിത്രകൂടത്തിലേക്ക് എത്തുന്നതാണ് അടുത്ത സന്ദർഭം. ഉത്ഥാപ്യ രാഘവനോ ഉത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരനി യത്വയോക്തമയാ തത്തഥൈവ ശ്രുതം. താതരന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴ്കന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്ക് രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നത് കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമീ താതനിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ച് നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ല ഒരു സംശയോ. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്ന് ഭരതവാക്യം കേട്ട് രാഘവൻ പിന്നെയോ മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതനസത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്കനേ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻവനെ നിന്തിരുവടി സങ്കടമെന്നിയെ രാജ്യവും വാഴുക. സോദരനിദ്ധം പറഞ്ഞത് കേട്ടതിസാദരം രാഘവൻ പിന്നെയോ ചൊല്ലിന. ഭരതൻ ശ്രീരാമനോട് പറയാണ്, ജ്യേഷ്ഠ അങ്ങ് എൻ്റെ കൂടെ വരണം, രാജഭരണമേൽക്കണം. ഈ കൈകേയിയമ്മയുടെ നീച പ്രവൃത്തിയൊന്നും അങ്ങ് മനസ്സിൽ വെക്കരുത്. അപ്പോൾ രാമൻ വളരെ സൗമ്യനായിട്ട് ഭരതനോട് പറയാണ്, അച്ഛൻ എന്നോട് 14 വർഷം വനത്തിൽ താമസിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ നിനക്ക് രാജ്യവും നൽകിയിട്ടുണ്ട്. രണ്ടുപേരും താതൻ്റെ വാക്കുകൾ അനുസരിക്കണം. പിതൃവാക്കുകളെ ലംഘിക്കുന്നത് മരണതുല്യമാണ്. ഭരതൻ അപ്പോൾ ശ്രീരാമനോട് പറയാണ്, അച്ഛൻ സ്ത്രീജിതനും മൂഢനും വൃദ്ധനും രാജാവായതിൽ അഹങ്കരിക്കുന്നവനുമാണ്. അതുകൊണ്ട് അച്ഛൻ്റെ വാക്കുകളൊന്നും നമുക്ക് അനുസരിക്കേണ്ടതില്ല. പക്ഷേ രാമൻ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛൻ നീ ഈ പറഞ്ഞതൊന്നുമല്ല, അഹങ്കാരിയുമല്ല, അഹങ്കാരിയായൊരു മനുഷ്യനുമല്ല. സത്യലംഘനം നടത്തിയാൽ അല്ലെങ്കിൽ സത്യലംഘനം നടത്താതിരിക്കാനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. സാധുക്കൾ നരകത്തേക്കാൾ ഭയക്കുന്നത് സത്യലംഘനത്തെയാണ്. അതുകൊണ്ടാണ് അച്ഛൻ അത് ചെയ്തത്. ഇതെല്ലാം കേട്ട് വസിഷ്ഠ ഗുരുവും സ്നേഹത്തോടെ ഭരതനെ ഉപദേശിക്കുകയാണ്. മൂഢനായിടല കേൾക്ക നീ എങ്കിലോ
ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ. താമരസോദ്ഭവൻ അർത്ഥിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ച് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായ ദേവിയായതു ജാനകി. ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക നീ വഴി പോലെ. രാവണനെ കൊൽവതിനു വനത്തിന് ദേവകാര്യാർത്ഥം പുറപ്പെട്ടിതു രാഘവൻ. മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ. ശ്രീരാമദേവനിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപൂരുഷാനുജ്ഞയ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന് അയോധ്യാപുരി പൊക്ക് വസിക്ക നീ. വന്നിടും അഗ്രജൻ താനും അനുജനും ദേവിയും 7 സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ച് സപുത്രകോ. ഇത്തോ ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്ത്യാ രഘൂത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ. പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവാൻ. യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവാൻ. ഇത്തോ ഭരതോക്തി കേട്ട് രഘുത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്ന വിഭൂഷിത പാതുകാം ഉത്തമങ്കെ ചേർത്ത് രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണോ കൃത്വാ നമസ്കരിച്ച് ഉദ്ധായ വന്ദിച്ച് ചൊന്നാൻ സഗദ്ഗതം. വസിഷ്ഠമുനി പറയാണ്, നീ മൂഢനാവരുത്. രാമൻ നാരായണനാണ്, സീത മായാദേവിയാണ്, ലക്ഷ്മണൻ ആദിശേഷനും ആണ്. മന്ധരയും കൈകേയും ദേവപ്രേരണ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ തിരിച്ചുപോയി രാജ്യഭരണം നടത്തണം. 14 വർഷം കഴിയുമ്പോൾ ശ്രീരാമൻ തിരിച്ച് അയോധ്യയിലെത്തും. വസിഷ്ഠന്റെ വാക്കുകൾ കേട്ട് ഭരതൻ ഭക്തിയോടെ ശ്രീരാമനെ താണു വണങ്ങി. അങ്ങയുടെ പാദങ്ങളായിട്ട് അങ്ങയുടെ പാദുകങ്ങൾ തന്നാൽ അങ്ങ് വരുന്നത് വരെ ഞാനത് പൂജിച്ച് കഴിഞ്ഞുകൊള്ളാം എന്ന് പറയുകയാണ്. അങ്ങനെ ഭരതന്റെ വാക്യം കേട്ട് ശ്രീരാമൻ തൻ്റെ പാദുകങ്ങൾ ഭരതന് നൽകി. പാദുകങ്ങൾ ശിരസിൽ വെച്ച് ശ്രീരാമനെ 3 വലത്ത് വെച്ച് നമസ്കരിച്ചിട്ട് ഭരതൻ പറയാണ്, രാമനില്ലാത്ത അയോധ്യയിൽ ഞാൻ രാമൻ വരുന്നത് വരെ പ്രവേശിക്കില്ല എന്ന വാശിയോടെ ഭരതനും ശത്രുഘ്നനും കൊട്ടാരത്തിൻ്റെ വെളിയിൽ നന്ദിഗ്രാമത്തിൽ താമസിച്ചു. ഒരു സിംഹാസനം കൊണ്ടുവന്ന് ജ്യേഷ്ഠൻ കൊടുത്ത ആ പാദുകങ്ങൾ ആ സിംഹാസനത്തിൽ വെച്ച് ജ്യേഷ്ഠനാണെന്ന് ധരിച്ച് ആ പാദുകത്തെ നിത്യവും പുഷ്പങ്ങളൊക്കെ അർപ്പിച്ച് അതിനെ പൂജിച്ചു വന്നു. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരു അനുജനെ ഈ രാമായണത്തിൽ മാത്രമല്ലേ നമുക്കിന്ന് കാണാൻ സാധിക്കൂ. ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണഭാവ ഭയദാരുണം നവകഞ്ചലോചന കഞ്ചമുഖകര
കഞ്ചപാദ കഞ്ചാരുണം ശ്രീരാമ